നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ കൗതുകമുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കണം ജ്യോതിഷ വിദ്യാർത്ഥികളും ജ്യോതിഷ ജിജ്ഞാസുക്കളും. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏത് സാധനം എടുക്കാൻ പോലും നമ്മൾ ആദ്യം നോക്കുന്നത് എന്ത് പറയും? അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നൊരു സാധനം എടുത്തു, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കും. എന്നിട്ട് അതിനനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും കാലഘട്ടം ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും. ഇത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമിയും നമ്മുടെ സോളാർ സിസ്റ്റങ്ങളും എല്ലാം അപ്രത്യക്ഷമാവും. വേറെ രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടും. നമുക്ക് മുന്നേ ഒരുപാട് പേരുണ്ടായിരുന്നു, നമുക്ക് ശേഷവും ഒരുപാട് പേരുണ്ടാവും. അത് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് മുന്നിലുള്ളവരെല്ലാവരും മരിച്ചു വീണാലും, അല്ലെങ്കിൽ നമുക്ക് മുന്നേ ഉള്ളവർ ഓരോരുത്തരായി തങ്ങളുടെ ദൗത്യം മടക്കിപ്പോയാലും താൻ മാത്രം മരിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുത ജീവി എന്ന് യക്ഷപ്രശ്നം എന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ ഒരു ഭാഗത്ത് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ക്വാളിറ്റിയും എക്സ്പയറി ഡേറ്റും നോക്കുന്ന മനുഷ്യന് തങ്ങളുടെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒട്ടും താല്പര്യമില്ല, ഭയമാണ്. പക്ഷെ അസ്ട്രോളജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ദൈവജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞിരിക്കണം. പലതരത്തിലുള്ള യോഗങ്ങൾ ജാതകത്തിൽ കാണും, പക്ഷെ അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അപ്പോൾ അത് ആയുസ്സിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതെല്ലാം നിശ്ചയിക്കേണ്ടത്. ആയുസ്സിനെ ആസ്പദമാക്കാതെ നമ്മൾ രാജയോഗങ്ങളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടയില്ലാതെ തൂക്കിയിട്ടുകൊണ്ട് കിടക്കുന്ന തോക്ക് പോലെ ഇരിക്കും. പ്രത്യേകിച്ചൊരു ഉപയോഗമില്ല. തോക്കാന്ന് പറഞ്ഞ് കാണിക്കാം എന്നേ ഉള്ളൂ. അതുപോലെയാണ് യോഗങ്ങൾ ഇങ്ങനെ ജാതകത്തിൽ കാണാം. പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, ഗജകേസരി യോഗം, നീചഭംഗ രാജയോഗം എന്നൊക്കെ പലതരത്തിലുള്ള യോഗങ്ങളെ കുറിച്ച് പറയാം. മഹാലക്ഷ്മി യോഗം, ഗണേശ യോഗം തുടങ്ങിയിട്ട് യോഗങ്ങളെക്കുറിച്ച് തന്നെ വളരെ വിശാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആയുസ്സില്ലെങ്കിലോ ജാതകത്തിലെ മാരകന്മാരെ കുറിച്ചൊന്നും മനസ്സിലാക്കണം. അത് പൊതുവെ നമ്മൾ പറയുന്നത് മാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2ഉം 7ഉം ഭാവാധിപന്മാരാണ് മെയിനായിട്ടുള്ളത് എന്നാണ്. കേരളത്തിൽ പൊതുവെ ജ്യോതിഷികൾ എടുക്കുന്ന ഒരു ട്രഡീഷണൽ സ്റ്റൈൽ അതാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഭാവചിന്ത എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 5ാം ഭാവമാണ് ചിന്തിക്കുന്നതെങ്കിൽ 5ാം ഭാവത്തെ ലഗ്നമായിട്ട് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാവങ്ങളെ ചിന്തിക്കും. ആ ഭാവത്തിന്റെ പുഷ്ടി മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആയുസിന്റെ ഭാഗം ഏതാ? 8ാം ഭാവമല്ലേ. അപ്പൊ 8ാം ഭാവത്തിന്റെ 8ാം ഭാവം അത് 3ാം ഭാവം. അതിന്റെ നഷ്ടസ്ഥാനവും, നഷ്ടം എന്ന് പറഞ്ഞാൽ 12, അത് എന്ന് പറയുന്നത് 2ാം ഭാവം. ആയുസ് എന്ന് പറയുന്നത് 8ാം ഭാവമാണ്. അതിന്റെ 12ാം ഭാവം ഏതാണ്? നഷ്ടസ്ഥാനം ഏതാണ്? ആയുസിന്റെ നഷ്ടസ്ഥാനം എന്ന് പറയുന്നത് 7ആണ്. അപ്പം 2ഉം 7ഉമാണ് പ്രധാനമായിട്ടും മാരകസ്ഥാനങ്ങളായിട്ട് പറയുന്നത്. എൻ്റെ ജ്യോതിഷ നിരീക്ഷണത്തിൽ പലതരത്തിലുള്ള സൂയിസൈഡുകളും പലതരത്തിലുള്ള മരണങ്ങളും പല കാര്യങ്ങളും വെച്ച് നമ്മൾ നോക്കുമ്പം ഈ പറയുന്നത് കൊണ്ട് മാത്രം ടാലിയാവാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. ഒന്നീ ജ്യോതിഷം തെറ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രമാണം തെറ്റായിരിക്കണം. അങ്ങനെ ഇതിൻ്റെ ഒരു അന്വേഷണം കുറേ നടത്തി പോയ സമയത്ത് പരാശരഹോരയിലെ ഒരു ശ്ലോകം അതിൻ്റെ ഒരു മാരക ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു പക്ഷാന്തരമാണ്. ഇതങ്ങനെ ആരും അങ്ങനെ എടുക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ എനിക്കത് വളരെ കൃത്യമായിട്ട് അത് പലയിടത്തും ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ഞാൻ പറയാം. ചരരാശിക്ക് 2ഉം 7ഉം തന്നെയാണ് മാരകസ്ഥാനം. എന്നാൽ സ്ഥിരരാശിക്ക് 3ഉം 8ഉം ഭാവാധിപന്മാരാണ് മാരകന്മാർ. ഉഭയരാശിക്ക് 7ഉം 11ഉമാണ് മാരകസ്ഥാനം. ആയുർനിർണയ സമയത്ത് ചരരാശിക്ക് 11ാം ഭാവാധിപനായിട്ടുള്ള ബാധകാധിപനെയും സ്ഥിരരാശിക്ക് 9ാം ഭാവാധിപനായിരിക്കുന്ന ബാധകാധിപനെയും ഉഭയരാശിക്ക് 7ാം ഭാവാധിപനായിരിക്കുന്ന ബാധകാധിപന്റെയും ബന്ധം നോക്കണം. മാരക, ബാധക, ദശ, കാരക, ഗോചരം, ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്ന സമയം ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങളോ ഉണ്ടാവും. ചരരാശിക്ക് 2ഉം 7ഉം ഭാവാധിപനും സ്ഥിരരാശിക്ക് 3ഉം 8ഉം ഭാവാധിപനും ഉഭയരാശിക്ക് 7ഉം 11ഉം ഭാവാധിപനും. അതായത് 8ാം ഭാവവും ആയുസിന്റെ കാരകനായ ശനിയും മാരകസ്ഥാനാധിപന്മാരും ഗോചരവും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വന്നാൽ, ബാധാബന്ധത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് വന്നാൽ മരണമോ മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങളോ ഉണ്ടാവും. ഇതുപോലെ തന്നെ മാരകന്മാരെ വേറെ പല രീതിയിലും ചിന്തിക്കും. ഉദാഹരണത്തിന് ദ്രേക്കാണം വെച്ച് ചിന്തിക്കുമ്പം അഷ്ടമരാശിയിൽ വരുന്ന ദ്രേക്കാണാധിപൻ
അതായത് 22ാം ഗ്രഹകാണാധിപൻ മാരകനായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മേടൻ രാശിയാണ്. മേടൻ രാശിയുടെ 1ാം ഗ്രഹകാണത്തിലാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ അയാളുടെ 22ാം ഗ്രഹകാണാധിപൻ എന്ന് പറയുന്നത് അയാളുടെ 8ാം രാശിയുടെ 1ാമത്തെ ഗ്രഹകാണായിരിക്കും. ഗ്രഹകാണം എന്ന് പറയുന്നത് ഒരു രാശിയെ 3ആയിട്ട് തിരിക്കുന്നതാണ്. അത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ പഠിച്ചോണം. ഒരു രാശിയെ 3ആയിട്ട് തിരിക്കുന്നതാണ് ഗ്രഹകാണം എന്ന് പറയുന്നത്. ഓരോ 10 ഡിഗ്രി വീതമാണ്. അപ്പോൾ 36 ഗ്രഹകാണങ്ങൾ ചേരുന്നതാണ് ഒരു രാശിചക്രം എന്ന് പറയുന്നത്. 22ാം ഗ്രഹകാണൻ എന്ന് പറയുന്നത് മരണത്തിൻ്റെയോ മരണ സംബന്ധമായിട്ടുള്ള സൂചനകൾ തരുന്നതായിരിക്കും. അപ്പം മേടൻ രാശിയാണ് നമ്മൾ പഠിച്ചത്. മേടൻ രാശിയുടെ ആദ്യത്തെ 10 ഡിഗ്രിക്കുള്ളിലാണ് ആ വ്യക്തി ജനിക്കുന്നതെങ്കിൽ അയാൾ അഷ്ടമ രാശിയുടെ 1ാമത്തെ ഗ്രഹകാണത്തിൽ. അപ്പം ഗ്രഹകാണാധിപൻ എന്ന് പറയുന്ന ആ രാശിയുടെ അധിപൻ തന്നെയായിരിക്കും. 1ാം ഗ്രഹകാണാധിപൻ എന്ന് പറയുന്ന ആ രാശിയുടെ അധിപൻ തന്നെയായിരിക്കും എപ്പോഴും. മേടൻ രാശിയുടെ 1ാം ഗ്രഹകാണത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് വൃശ്ചികൻ രാശിയുടെ 1ാം ഗ്രഹകാണം ആയിരിക്കും അയാളുടെ 22ാം ഗ്രഹകാണം. അപ്പം മേടൻ രാശി 1ാം ഗ്രഹകാണത്തിൽ ജനിച്ച ആൾക്ക് ചൊവ്വ മാരകനാണ്, 22ാം ഗ്രഹകാണാധിപനാണ്. അതുപോലെ തന്നെ 64ാം നവാംശകപാദം എന്ന് പറയുന്നത്, അത് 108 നവാംശങ്ങളാണ് ഒരു രാശിചക്രം എന്നുള്ളത്. എന്നാൽ അതിൽ 64ാം നവാംശകപാദം എന്ന് പറയുന്ന അയാളുടെ സ്ഫുടം വീണ നക്ഷത്രപാദത്തിൽ നിന്ന്, അല്ലെങ്കിൽ ലഗ്നസ്ഫുടം വീണ നക്ഷത്രപാദത്തിൽ നിന്നും 64ാമത്തെ നക്ഷത്രപാദം, അത് അഷ്ടമരാശിയിലാണ് വരുന്നത്. 64ാം നക്ഷത്രപാദം എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ്, അല്ലെ നക്ഷത്രാധിപനും മാരകസ്ഥാനമാണ്. അപ്പം അതും എല്ലാം കണക്കെടുത്ത് വേണം നോക്കാൻ. പ്രത്യേകിച്ച് സൂയിസൈഡൊക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പം കെട്ടിഞ്ഞാന്നാണ് മരിക്കുന്നതെങ്കിൽ രാഹുവിൻ്റെ കോമ്പിനേഷനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തെള്ളിപ്പോവും. രാഹുവിൻ്റെ കോമ്പിനേഷൻസും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുന്നത്. സൂയിസൈഡ്, ആക്സിഡൻറ്റിലുള്ള മരണം, അങ്ങനെയൊക്കെ ഉള്ളവരുടെ അതിൻ്റെ ടൈം കിട്ടിയാൽ നിങ്ങളെടുത്ത് പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ചേർത്ത് ഉപയോഗിക്കണം. എക്സാക്റ്റായിട്ട് ചേർന്ന് വരും. ഗോചരവും ബാധയും അവർ മരണത്തിന് കാരകനായിട്ടുള്ള, ഇപ്പോൾ വാഹനാപകടമാണെങ്കിൽ ശുക്രൻ, കെട്ടിഞ്ഞാന്നുള്ള മരണമാണെങ്കിൽ രാഹു, അങ്ങനെയൊക്കെ ആ പറഞ്ഞിട്ടുള്ള കാരകഗ്രഹവും ഈ പറഞ്ഞ ബാധകാധിപനും അഷ്ടമരാശിയുടെ ബലക്കുറവും ഇതെല്ലാം കൂടെ ചേർന്ന് കാരകനും മാരകനും ബാധകാധിപനും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ആ ട്രാൻസിറ്റും ദശയാണ് മെയിൻ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, പലതരത്തിലുള്ള ദശകളുണ്ടെങ്കിലും, വിംശോത്തരി നക്ഷത്ര ദശ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു ക്ലാസ് ഞാൻ അതിനെപ്പറ്റി എടുക്കുന്നുണ്ട്. ആ വിംശോത്തരി നക്ഷത്ര ദശയിൽ പലതരത്തിലുള്ള ദശയുണ്ട്. കാലചക്ര ദശയുണ്ട്, ലഗ്നദശയുണ്ട്, പലതരത്തിലുള്ള ദശയുണ്ട്. പക്ഷെ വിംശോത്തരി നക്ഷത്ര ദശയിൽ ആ ദശയിലെ അപഹാരകാലവും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരും. അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. 27 നക്ഷത്രങ്ങളും തമിഴ്നാട്ടിലെ നക്ഷത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ 108 നക്ഷത്രപാദത്തിൽ എവിടൊക്കെയാണോ മാരകന്മാരെ സ്വാധീനിച്ചിരിക്കുന്നത്, ആ സ്വാധീനിച്ചിരിക്കുന്ന 108 നക്ഷത്രപാദങ്ങൾക്കും ഓരോ ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾ ഈ അറിവുകളൊന്നും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന, ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാറുമില്ല. 108 നക്ഷത്രപാദങ്ങൾക്കും ഓരോ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ആ ആയുർദോഷം അവസാനിക്കണം. പരിധിവരെ അവസാനിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് സുഹൃതം ഉണ്ടായിരിക്കണം, അറിയാൻ തന്നെ. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം ഏതൊക്കെയാണ് ക്ഷേത്രങ്ങൾ എന്നുള്ളത്. ഒരു സീക്രട്ടായിട്ട് ഇരിക്കട്ടെ, പിന്നീട് ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ആയുർനിർണയം കൃത്യമായിട്ട് മനസ്സിലായാൽ, അല്ലെങ്കിൽ ആ ഒരു ഭാവാധിപന്മാരുടെ ഏതൊക്കെ ഭാവാധിപന്മാരെ കൊണ്ടാണിത് നിർണ്ണയിക്കുന്നതിനുള്ളൊരു ഏകദേശം പല സമയത്ത് ഇങ്ങനെ ആയുർദോഷങ്ങൾ കടന്നു പോകും. അതിലേതാണ് കൃത്യമായിട്ടുള്ള ആക്റ്റീവ് ടൈം എന്നുള്ളത് അത് ചിലപ്പം ആദ്യകാലങ്ങളിൽ കടന്നു പോകും, ഇടക്കാലങ്ങളിൽ കടന്നു പോകും. ഇപ്പം ദീർഘായുസ്സായിട്ടുള്ള ഒരു ജാതകത്തിൽ പോലും മരണതുല്യമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ചിലപ്പം കടന്നു പോകേണ്ട കാലങ്ങളും വരും. ബാലാരിഷ്ടമുള്ള ജാതകമാണോ, ഹ്രസ്വായുസാണോ, ദീർഘായുസാണോ, മധ്യായുസാണോ എന്നൊക്കെ നോക്കി പറയാം. അതിനൊരു ബേസിക് മെത്തേഡുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ആദ്യം ഒരു ഗ്രഹനിര കയ്യിലേക്ക് കിട്ടുമ്പോഴേ മനസ്സിലാവും. ഈ പ്ലാനറ്റ്സിൻ്റെയൊക്കെ പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അതിന് മുകളിലായിട്ട് ഞാൻ ഈ പറഞ്ഞ ചരരാശിക്ക് 2-7 സ്ഥാനാധിപന്മാരും സ്ഥിരരാശിക്ക് 3-8
സ്ഥാനാധിപന്മാരും, ഉഭയരാശിക്ക് 7ഉം 11ഉം സ്ഥാനാധിപന്മാരും, ചരത്തിന് 11ഉം സ്ഥിരത്തിന് 9ഉം ഉഭയത്തിന് 7ഉമായിട്ടുള്ള ബാധാസ്ഥാനാധിപന്മാരും, അതുപോലെ കാരഗ്രഹമായിട്ടുള്ള ശനിയും, അതുപോലെ തന്നെ ട്രാൻസിറ്റിലേക്ക് ഈ പറഞ്ഞ രാശിയിലേക്ക് ഗ്രഹങ്ങൾ വരുന്ന സമയവും ദശയും പ്രത്യേകിച്ച് അപഹാരനാഥൻ സബ്ലോഡാണ് അപഹാരനാഥൻ എല്ലാം കൂടെ ചേർത്താണ് ഇതിന്റെ ഒരു ഫലം നിശ്ചയിക്കുന്നത്, ഫലം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ 22-ാം തിരക്കാണ് അധിപൻ, അതേപോലെ തന്നെ 64-ാം നവാംശക അധിപൻ. ഇവരെല്ലാം മാരകന്മാരാണ്. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്ത് വരുന്ന ഒരു കാലമാണ് ആ വ്യക്തിയുടെ മരണത്തിന്റെ സൂചന നൽകുന്നത്. ഇത് കണ്ടെത്താൻ നല്ല പാടാണ്. ഇതുപോലെ മേധാശക്തിയും ദൈവാധീനവും വേണം. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് അത് മനസ്സിലാക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റും കൂടി ഞാൻ പറയാം. നല്ല ദൈവാധീനം വരുത്തി നിങ്ങൾ മനസ്സിലാക്കി ഇത് പഠിച്ചിട്ട് നിങ്ങൾ കുറേ ആൾക്കാരുടെ ഇങ്ങനെ കണ്ടാൽ അത് ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്ത് 3-4 ആൾക്കാരുടെ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലൊരു കാൽക്കുലേഷനകത്ത് ആ ടൈമിങ് കൃത്യമായിട്ട് വരികയാണെങ്കിൽ പിന്നെ എളുപ്പമായി. അത് അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. ഇത്രയും കാൽക്കുലേഷൻ എടുത്ത് മനസ്സിലാക്കണം. നമുക്ക് തെറ്റിപ്പോവുകയും ചെയ്യും കേട്ടോ. ഈ വരുന്ന ആളുടെ ജാതകത്തിൻ്റെ ടൈമിങ് കറക്റ്റ് അല്ലെന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈമിങ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് തെറ്റിപ്പോകും. പക്ഷേ നമുക്കത് കിട്ടിയാൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ ജാതകങ്ങൾ എടുക്കുക. അത് മിക്കപ്പോഴും ശുക്രനും രാഹു ആയിരിക്കും അതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത്. പഠിക്കാൻ എളുപ്പമായി. മറ്റേ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ ഈ സംഭവം വെച്ച് അത് നടന്ന ദിവസം വെച്ച് ഏകദേശം അതിൻ്റെ ഒരു സമയം കിട്ടും. ആ സമയം വെച്ചിട്ട് റിവേഴ്സ് ചെയ്ത് പഠിച്ചാൽ കാലത്തിൻ്റെ ഒരു താളം മനസ്സിലാവും. ഉറപ്പിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഒരു കാലം കഴിയുമ്പോൾ മരിക്കും എന്നുള്ളത്. പക്ഷെ അത് എപ്പോൾ മരിക്കും എന്നുള്ളതാണ് പറയാൻ ഏറ്റവും പാടുള്ള കാര്യം, അല്ലേ? ഏറ്റവും പാടുള്ള കാര്യം അതാണ്, എപ്പോൾ മരിക്കും എന്നുള്ളത്. പക്ഷെ എല്ലാവരും മരിക്കും, ജനിച്ച എല്ലാവരും മരിക്കും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പ്രപഞ്ച സത്യമാണ്, പകൽ വെളിച്ചം പോലെ സത്യമായ ഒരു കാര്യമാണ്. താളത്തെ മനസ്സിലാക്കി ശക്തമായ ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിലേക്ക് മുഴുകിയിരുന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും, മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വെറുതെ വേഗമായിട്ട് കുറച്ച് ഫലം പറഞ്ഞ് മാത്രം പഠിച്ചു പോകാതെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ആസ്ട്രോളജി സൂപ്പർസ്റ്റിഷനൊന്നും അല്ലാന്നും ഇത് പ്രപഞ്ചത്തിൻ്റെ താളത്തെ മനസ്സിലാക്കുന്ന ഇവിടുത്തെ ഓരോ ജീവജാലങ്ങളും എൻറ്റാങ്കിൾ ചെയ്യപ്പെട്ട് കിടക്കുകയാണെന്നുള്ളതും അതിൻ്റെ കണക്ഷൻ വിട്ടുപോകുമ്പോൾ അത് മറ്റൊന്നായി മാറുന്നു എന്നുള്ളതും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രമാണ് അസ്ട്രോളജി. അപ്പോൾ അതുകൊണ്ട് അതിനെ വളരെ ദൈവീകമായിട്ട് കാണണം. ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം ഈ 3 തലമാണ് ആൾക്കാർക്ക്. ഒന്ന് മെറ്റീരിയൽ തരം, ഗ്രോസ് ലെവലിൽ. കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാർ സറ്റിൽ ലെവലിലായിരിക്കും. അവർ ഇമോഷണലിയും കുറച്ച് സെൻസിറ്റീവായിട്ടും സ്പിരിച്വലിയും ഒക്കെ ആയിരിക്കും ഇടപെടുന്നത്. കുറച്ച് ഭക്തിയുടെ ഒക്കെ തലത്തിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര ഇമോഷണലി ആയിരിക്കും. പക്ഷെ ഒരു 3rd ലെവലുണ്ട്, ഒരു പ്രാണൻ്റെ ഒരു ലെവലിൽ നല്ല ക്ലാരിറ്റിയുള്ള, ജീവിതത്തെക്കുറിച്ച് നല്ല ഉറപ്പുള്ള മനുഷ്യർ. അവർ വളരെ കുറച്ചേ ഉണ്ടാവും. അവരുടെ അടുത്ത് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കാവൂ. ഈ 2ാമത്തെ കാറ്റഗറിയിൽ ഈ സറ്റിൽ ലെവലിലുള്ള ആൾക്കാർ ഭയങ്കര ഫിലോസഫി, ഭയങ്കര ഇതൊക്കെ പറയും. പക്ഷെ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അവർക്ക് സ്പിരിച്വൽ ആവാനും പറ്റുന്നില്ല, അവരുടെ ആഗ്രഹങ്ങൾ തീരുന്നുമില്ല. ഈ രണ്ടും കെട്ട ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അവരോടും ഒരു പരിധി വരെ പറഞ്ഞ് പേടിപ്പിക്കുകയായിരിക്കാം. പിന്നെ ഒട്ടും പറയരുതാത്ത ആളെന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷമുള്ള ആൾക്കാർ. ഒരു അസ്ട്രോളജറെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറോട്ട് കാര്യം ചെയ്യും, അവർ അപ്പോഴത്തെ പ്രശ്നം എങ്ങനെയെങ്കിലും തീർന്ന് അവർക്കൊന്ന് മുന്നോട്ട് പോയത്. വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ മോക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ജോലിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഭക്ഷണത്തിനൊരു പ്രശ്നമുണ്ട്, അല്ലെ എനിക്ക് അസുഖത്തിനൊരു പ്രശ്നമുണ്ട്. അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത്. അവർക്കതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. നമ്മളോട് വലിയ ഡയലോഗൊക്കെ അടിക്കും, എന്നോടെല്ലാം തുറന്നു പറയണം, തുറന്നു പറയുന്നവരെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഡയലോഗൊക്കെ അടിക്കും. പക്ഷെ വെറുതെയാ, അതൊന്നും അവർക്ക് താങ്ങാനുള്ള ശേഷിയില്ല. ഈ പറഞ്ഞ ഹയർ ലെവലിൽ ചിന്തിക്കുന്ന, ജീവിതാനുഭവമുള്ള, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് മനുഷ്യരുണ്ട്. അവരെ നമുക്കറിയാൻ പറ്റും. വ്യാഴത്തിനൊക്കെ ഭയങ്കര ബലമുള്ള ആൾക്കാരായിരിക്കും, അവരെ ശനിക്കും. അവരോട് മാത്രമേ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാവൂ. ജിജ്ഞാസുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് എടുത്തത്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ശുക്രൻ്റെ സ്വക്ഷേത്രവും ചന്ദ്രൻ്റെ, അതാണ് പറയേണ്ടത്, ചന്ദ്രൻ ഉച്ചനാവുന്ന ടോറസ് അഥവാ ഇടവം രാശി നമുക്ക് അത് പഠിക്കാം.
ഗംഭീരമായിരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.